I'm Ennemcien. Welcome to Exam Package Part 2. First question. A carrier wave represented as Vc equals A sine 2 pi Fc t. Capital A into sine of 2 pi Fc into t is to be amplitude modulated by the audio signal Va equals B sine 2 pi Fa into t represents amplitude modulated wave. അതായത് ഇവിടെ കരിയർ തന്നിരിക്കുന്നത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണെന്നല്ലോ റേഡിയോ വേവ്സ് ഒക്കെ. അപ്പോൾ വോൾട്ടേജ് അവിടെ ഓസിലേറ്റിംഗ് വോൾട്ടേജ്, ചേഞ്ചിങ് വോൾട്ടേജ് അവിടുത്തെ പാരാമീറ്റർ. അപ്പോൾ കരിയർ വേവിൻ്റെ ഇക്വേഷൻ വി സി ഈക്വൽസ് എ സൈൻ 2 pi Fc. Fc ഈസ് ദി ഫ്രീക്വൻസി ഓഫ് ദി കരിയർ ഇൻറ്റു ടി. സൈൻ ഒമേഗ ടി ആയി എഴുതിയിരിക്കുന്നത്. എ ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കരിയർ. മോഡുലേറ്റിംഗ് സിഗ്നൽ, ഇവിടെ ഇപ്പോൾ അതൊരു ഓഡിയോ സിഗ്നലാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത് വി എ ഈക്വൽസ് ബി സൈൻ 2 pi എഫ് ഓഡിയോ ഇൻറ്റു ടി. ഇത് ഒരു സിംഗിൾ ഫ്രീക്വൻസിയായി ഓഡിയോയുടെ തന്നിട്ടുള്ളൂ, ഒരു ടോൺ. ഇത് അൺമോഡുലേറ്റഡ് ആണ് ഈ കരിയർ. ഒന്നും ചെയ്തിട്ടില്ല ഈ കരിയർ. ഇതിനെ മോഡുലേറ്റ് ചെയ്യുമ്പോൾ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്യുമ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ്, ഇവിടെ ഇപ്പോൾ ഈ എ ഒരു കോൺസ്റ്റൻ്റാണ്, ഈ ആംപ്ലിറ്റ്യൂഡ് ഓഡിയോ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയിൽ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അപ്പോൾ മോഡുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ തീർച്ചയായിട്ടും ഇങ്ങനെ വരണമല്ലോ. വി ഈക്വൽസ് ഈ എയുടെ സ്ഥാനത്ത് എ പ്ലസ് ഈ ഓഡിയോ സിഗ്നൽ ബി സൈൻ 2 pi എഫ് എ ടി ഇൻറ്റു സൈൻ 2 pi എഫ് സി ഇൻറ്റു ടി. ഓക്കെ, ഈ മോഡുലേറ്റ് ചെയ്ത കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ കിടക്കുന്നതാണ്. അതൊരു കോൺസ്റ്റൻ്റ് അല്ല. ഈ സൈൻ ഫങ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സൈൻ +1 ആകുമ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ എ പ്ലസ് ബി ആവും. സൈൻ ഫങ്ഷൻ 0 ആകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് 0. സൈൻ ഫങ്ഷൻ -1 വരുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് എ മൈനസ് ബി. ചുരുക്കത്തിൽ ഈ മോഡുലേറ്റ് ചെയ്ത വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ കാണുന്നത്. അത് എ പ്ലസ് ബി വരെ ഉയരും, എ മൈനസ് ബി വരെ കുറയും. അപ്പോൾ എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഒരു സെക്കൻഡിൽ ഓഡിയോ ഫ്രീക്വൻസി എത്രയാണോ അത്രയും പ്രാവശ്യം. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഇക്വേഷൻ. ഇത് എഴുതി വെച്ചാൽ പറഞ്ഞാൽ മാർക്കാണ്. അടുത്തത്, ഡിഫൈൻ മോഡുലേഷൻ ഇൻഡെക്സ് ആൻഡ് പെർസെൻറ്റേജ് മോഡുലേഷൻ. മോഡുലേഷൻ ഇൻഡെക്സ് അല്ലെ മോഡുലേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സ്മോൾ എം എന്ന സിമ്പൽ, റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ. ലോ ഫ്രീക്വൻസി സിഗ്നലായി മോഡുലേറ്റിംഗ് സിഗ്നൽ, ശബ്ദമൊക്കെ സൗണ്ടിൻ്റെ ഒക്കെ ഇലക്ട്രിക്കൽ ഫോം, divided by amplitude of the unmodulated carrier. ഈ എക്സാമ്പിളിൽ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ബിയും അൺമോഡുലേറ്റഡ് കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എയുമാണ്. അപ്പോൾ ഇവിടെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ B/A എന്ന് വരും. അപ്പോൾ M ഈക്വൽസ് B/A. ലോ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ ഹൈ ഫ്രീക്വൻസി കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടുന്നതിനെയാണ് പെർസെൻറ്റേജ് മോഡുലേഷൻ എന്ന് പറയുക. അതിൻ്റെ സിമ്പൽ ക്യാപിറ്റൽ എം ആണ്. അപ്പോൾ ക്യാപിറ്റൽ എം ഈക്വൽസ് B/A ഇൻറ്റു 100. അത്രയേ ഉള്ളത്. അടുത്തത്, വാട്ട് ആർ അണ്ടർ മോഡുലേഷൻ, 100% മോഡുലേഷൻ and over modulation?
എനിക്ക് ബി ബൈ എ ആണ് മോഡുലേഷൻ ഫാക്ടർ. ബി ലെസ് ദാൻ എ ആണെങ്കിൽ എം വിൽ ബി ലെസ് ദാൻ 1. ബി ബൈ എ ആണ് എം എന്ന് പറയുന്നത്. ഇഫ് ബി ഈസ് ലെസ് ദാൻ എ, എം വിൽ ബി ലെസ് ദാൻ 1. അങ്ങനെയാണെങ്കിൽ മോഡുലേഷൻ അണ്ടർ മോഡുലേഷനാണെന്ന് പറയും. ബി ഈക്വൽസ് എ ആണെങ്കിൽ എം ബിക്കംസ് 1. അതിനെയാണ് 100% മോഡുലേഷൻ എന്ന് പറയുക. കാരണം 1 എന്ന് പറയുമ്പോൾ 1 × 100 എന്ന് പറഞ്ഞാൽ 100% ആയി. 100% മോഡുലേഷൻ എന്ന് പറയും. ഇഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ എ, എം വിൽ ബി ഗ്രേറ്റർ ദാൻ 1. അതിനെയാണ് ഓവർ മോഡുലേഷൻ എന്ന് പറയുക. അപ്പോൾ ചുരുക്കത്തിൽ എഴുതുമ്പോൾ പരീക്ഷയ്ക്ക് എം ലെസ് ദാൻ 1 or capital M less than 100%, that is under modulation. 100% modulation means M equals 1 or capital M is 100%. Over modulation means M greater than 1 or capital M greater than 100%. അതാണ് അതിൻ്റെ ആൻസർ. Another one. Give the sketches of 1 unmodulated carrier, 2 modulating signal and 3 modulated wave. ഇതെല്ലാം ഞാൻ നേരത്തെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതാണ് അൺമോഡുലേറ്റഡ് കരിയറിൻ്റെ സ്കെച്ച്. ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ടെങ്കിൽ അടുപ്പിച്ച് വേവ് ലെങ്ത് കുറവാണ്. ഇത് മോഡുലേറ്റിംഗ് സിഗ്നൽ. ഫ്രീക്വൻസി കുറഞ്ഞ അല്ലെ വേവ് ലെങ്ത് കൂടിയ വേവ്, അതിനേക്കാൾ വേവ് ലെങ്ത് കൂടുതലാണ്. മോഡുലേറ്റഡ് കരിയർ എന്ന് പറയുമ്പോൾ അത് പല കേസായിട്ട് വരും. ഇത് അണ്ടർ മോഡുലേഷൻ്റെ കേസാണ്. ബി ലെസ് ദാൻ എ ആണെങ്കിൽ മോഡുലേറ്റഡ് കരിയറിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരും. എന്ന് പറയുന്നത് ഇങ്ങനെ പാവയ്ക്ക മാതിരി മുളച്ച് പോകുന്നു എന്നുള്ളതല്ല, ഇതൊരു ഗ്രാഫാണ്. ആംപ്ലിറ്റ്യൂഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഫിഗറിൽ കൂടെ കാണിക്കുന്നതായത്. അപ്പോൾ ഇത് അണ്ടർ മോഡുലേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡുലേറ്റഡ് വേവിൻ്റെ സ്കെച്ചാണ്. ഇത് 100% മോഡുലേഷനാണ്. ഇവിടെ വരുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് അങ്ങ് പക്ക 0 ആകും. ഇടയ്ക്കിടയ്ക്ക് 0 ആകും, സിഗ്നൽ ഇല്ലാതാകും. ഇത് ഓവർ മോഡുലേഷനാണ്. ഒരു പൾസ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം വേവ് ഇല്ല, അത് കഴിഞ്ഞ് അടുത്ത പൾസ് വരുന്നത്. ഇത് ഓവർ മോഡുലേഷനാണ്. ഈ ഫിഗർ വരച്ച് കൊടുത്താൽ മതി. അടുത്ത, ഗിവ് ദി സ്കെച്ച് ഓഫ് amplitude modulated wave and using it define modulation factor. അപ്പോൾ ഇത് അണ്ടർ മോഡുലേഷൻ വരച്ചു കൊടുത്താൽ മതി. ഇവിടെ വരുമ്പോൾ കരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അങ്ങ് മാക്സിമമാണ് ഈ ഭാഗങ്ങളിൽ. അതാ എ മാക്സിമം. മോഡുലേറ്റ് ചെയ്ത കരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുകയും കുറയുകയും ഞാൻ പറഞ്ഞു A+B A-B ഇതിനിടയ്ക്കുള്ള ഫ്ലക്ച്വേഷനാണ്. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എ മാക്സിമം, അതായത് A+B ഇവിടെ വരും. ഇവിടെ മിനിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നത് എ മിനിമം, അതായത് A-B. ഇത് വെച്ചുകൊണ്ട് മോഡുലേഷൻ ഫാക്ടർ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. M ഈക്വൽസ് B/Aക്ക് പകരം അത് തന്നെ കിട്ടും. ഇപ്പോൾ കാണിക്കാം. M ഈക്വൽസ് A മാക്സിമം മൈനസ് A മിനിമം divided by A maximum plus A minimum. A maximum എന്ന് പറഞ്ഞാൽ A+B മൈനസ് A minimum is A minus B divided by A+B plus A-B. ഇത് B എന്ന് വരുമല്ലോ, 2B എന്ന് വരും, ഡിവൈഡഡ് ബൈ 2A. 2 വെട്ടിപ്പോവും, ഇവിടെ B/A എന്ന് തന്നെ കിട്ടും. ഒറിജിനൽ ഡെഫിനേഷൻ തന്നെ വരുമല്ലോ. ഇതത്രയേ ഉള്ളൂ. Another one. Draw a picture showing the frequency spectrum and amplitudes of an amplitude modulated wave. Name the terms. ഇത് കരിയർ എക്സാക്സിൽ കൂടെ കരിയർ
ഫ്രീക്വൻസി പ്ലോട്ട് ചെയ്യുന്നു. വൈ ആക്സിസിൽ ഇത് ബാർ ഗ്രാഫാണ്. പൊക്കം, ആ ക്വാണ്ടിറ്റി അതിൻ്റെ ഹൈറ്റ് കൊണ്ട് കാണിക്കുക. ഈ മോഡുലേറ്റഡ് വേവിൽ 3 ഫ്രീക്വൻസികൾ ഉണ്ടാവും. ഒന്ന് കരിയർ ഫ്രീക്വൻസി വ്യത്യാസമൊന്നും കൂടാതെ അതിനകത്ത് കാണും. ഇതുപോലെ FC+FS, FC-FS, ഇങ്ങനെ 3 ഫ്രീക്വൻസികളുള്ള ഒരു വേവിൻ്റെ മിക്സ്ചറാണ് ഈ മോഡുലേറ്റഡ് വേവ് എന്ന് പറയുന്നത്. അതിലിത് FC ആൻഡ് ആംപ്ലിറ്റ്യൂഡ് VC, ഇത് FC+FS മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് M×VC/2, M മോഡുലേഷൻ ഫാക്ടറാണ്. ഇത് FC-FS ഫ്രീക്വൻസിയും MVC/2 ആംപ്ലിറ്റ്യൂഡും ഉള്ള. അപ്പോൾ 3 കമ്പോണൻറ്റ് വേവ്സ് ഈ മോഡുലേറ്റഡ് കരിയറിലുണ്ട്. ഇതിൽ FC കരിയർ ഫ്രീക്വൻസി, FS മോഡുലേറ്റ് ഫ്രീക്വൻസി ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ. FC+FSനെയാണ് അപ്പർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത്. FC-FSന് ലോവർ സൈഡ് ബാൻഡ് എന്ന് പറയും. M ഈസ് ദി മോഡുലേഷൻ ഇൻഡെക്സ് ഓർ മോഡുലേഷൻ ഫാക്ടർ. അപ്പർ സൈഡ് ബാൻഡിൽ നിന്ന് ലോവർ സൈഡ് ബാൻഡ് കുറച്ചാൽ, അതായത് FC+FS മൈനസ് ഓഫ് FC-FS എന്ന് പറഞ്ഞാൽ 2FS എന്ന് വരും. അതിനെയാണ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി മോഡുലേറ്റഡ് വേവ് എന്ന് പറയുക. ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി മോഡുലേറ്റഡ് വേവ്. അപ്പോൾ സൈഡ് ബാൻഡ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് MVC/2, 2 സൈഡ് ബാൻഡിൻ്റെ. ഇത്രയും കൊടുത്താൽ മതി ഇതിനകത്ത്. ഇതുപോലെ പവറിൻ്റെ ചോദിക്കാം. ഈ ചോദ്യത്തിൽ അത് എഴുതണ്ട, അതങ്ങനെ ചോദിച്ചാൽ ഇതാ ഫിഗർ. പവറും ഫ്രീക്വൻസിയും കൂടെയുള്ള ഗ്രാഫിക്കൽ പിക്ചർ എന്ന് പറഞ്ഞാൽ കരിയർ വേവ് PC, പവർ PC, FC ഫ്രീക്വൻസിയുള്ള കരിയർ അതുപോലെ ഈ മോഡുലേറ്റഡ് വേവിലുണ്ടാകും ഒരു കമ്പോണൻറ്റ്. പിന്നെ സൈഡ് ബാൻഡ്സാണ്, ലോവർ സൈഡ് ബാൻഡ്, അതിൻ്റെ പവർ M²PC/4. അപ്പർ സൈഡ് ബാൻഡ് FC+FS, അതിൻ്റെ പവറും M²PC/4. അപ്പം ചുരുക്കത്തിൽ മോഡുലേറ്റഡ് കരിയറിൻ്റെ മോഡുലേറ്റഡ് വേവിൻ്റെ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ്, ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ PC പ്ലസ് ദിസ് എന്ന് പറഞ്ഞാൽ PC പ്ലസ് MPC²/2 എന്ന് വരും. ഇത് രണ്ടും കൂടെ ചേർത്താൽ M²PC/2. ചുരുക്കത്തിൽ ടോട്ടൽ പവർ കണ്ടൻറ്റ് ഓഫ് എ മോഡുലേറ്റഡ് വേവ് ഈസ് PC പ്ലസ് ഇതിൻ്റെ ട്വൈസ് M²PC/2. That is the total power content of a modulated wave. Another one. If the sum of the heights of transmitting and receiving antenna in line of sight of communication is fixed at H, small letter h, show that the range is maximum when the two antenna each two antenna have a height h/2 each. ഇത് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള. ഞാൻ കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ ആൻറ്റനയുടെ ഹൈറ്റും അതിൻ്റെ റേഞ്ചും കൂടെയുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട് എക്സാം പാക്കേജ് 1-ൽ. അവിടെ റിസീവിങ് ആൻറ്റനയുടെയും ട്രാൻസ്മിറ്റർ ആൻറ്റനയുടെയും കൂടെ ടോട്ടൽ റേഞ്ച് D ഈക്വൽസ് √2R. R ഈസ് റേഡിയസ് ഓഫ് എർത്ത്. ആ √2R എന്നുള്ളത് ഞാൻ √2R അതിപ്പോൾ K എന്നിട്ടിരിക്കുക ഇൻറ്റു √HT പ്ലസ് √HR. HT ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ട്രാൻസ്മിറ്റിംഗ് ആൻറ്റന, HR ഈസ് ദി ഹൈറ്റ് ഓഫ് ദി റിസീവർ ആൻറ്റന. ഇപ്പം നമുക്ക് ടോട്ടൽ ഹൈറ്റ് ഈ രണ്ട് ആൻറ്റനയുടെയും കൂടെ ടോട്ടൽ ഹൈറ്റ് പറഞ്ഞാൽ H ആകാവൂ.
എങ്കിൽ റേഞ്ച് ഈ ഡി മാക്സിമം ആകണമെങ്കിൽ ഓരോന്നിൻ്റെ ഹൈറ്റ് h/2 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ലെറ്റ് HT ഈക്വൽസ് എക്സ് എന്നിരിക്കട്ടെ, ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ ഹൈറ്റ് എക്സ് എന്നിരിക്കട്ടെ, എങ്കിൽ HR എന്ന് പറഞ്ഞാൽ h-x വരും, h-x. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയിലോട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, സോ ഡി ഈക്വൽസ് കെ ഇൻറ്റു √HTക്ക് വരെ √x പ്ലസ് √h-x. ഡി മാക്സിമം ആയിരിക്കണമെങ്കിൽ ഇത് മാക്സിമം ആയിരിക്കണം. ഇത് മാക്സിമം ആയിരിക്കണമെങ്കിൽ കാൽക്കുലസ് ഉപയോഗിച്ചാൽ മതി, എളുപ്പമാണ്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് 0 എന്നങ്ങ് എടുത്താൽ മതി. d/dx ഓഫ് ദിസ് ഈക്വൽ 0 എന്നെടുക്കുക. √x ഡിഫറൻഷ്യൽ 1/2 √x പ്ലസ് √h-x ഡിഫറൻഷ്യൽ 1/2 √h-x ഇൻറ്റു -1. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ വരണമല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു 0. ഇത് 0 ആകണം, ഇത് മാക്സിമം ആകണമെങ്കിൽ. ഇവിടെ നിന്ന് ഇത് മൈനസ് ഉള്ളതുകൊണ്ട് രണ്ട് സൈഡിലോട്ട് മാറ്റാമല്ലോ. അപ്പോൾ ഈ 2 വെട്ടിപ്പോവും. 1/√x ഈക്വൽസ് 1/√h-x. That means x equals h-x or 2x equals h. That means x equals h/2. അപ്പോൾ ഒരു ആൻറ്റിനയുടെ ഹൈറ്റ് h/2 ആയിരിക്കണം. അപ്പോൾ ഇതാണ് ആൻസർ. സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. പഴയ പോസ്റ്റിങ്ങിൽ വളരെയേറെ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, എല്ലാ ബ്രാഞ്ചിൻ്റെയും നല്ല ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാണാൻ ശ്രമിക്കുക. എനിക്കതെല്ലാം പറയാൻ പറ്റുള്ളൂ. താങ്ക് യു.